യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ഒരു വലിയ ദൈവീക ഇടപെടലിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെടാൻ ഇടയാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറട്ടെ. ഓരോ ദിവസവും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളൊക്കെ സംഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമായി ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അതൊരു സാധാരണ കാര്യമായി മാറട്ടെ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും ദൈവിക ഇടപെടലുകളും ഒരു സാധാരണ സംഭവം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുവാനിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, തലമുറയെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ, പരിശ്രമം അനുഗ്രഹമാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭംഗിയായി മാറി വരട്ടെ. സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ നമുക്കിന്ന് വചനത്തെ കേൾക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ഈ വാക്യത്തിന് ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുവിൻ. ദൈവത്തിൻ്റെ വചനം അപ്പോൾ കേൾക്കണം. അന്നത്തെ കാലത്ത് എലീഷ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അടുത്ത ഭാഗം അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. ഇങ്ങനൊരു കാര്യം പറഞ്ഞു. നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ, ഗേറ്റിൻ്റെ അവിടെ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ പടനായകൻ ഇത് വിശ്വസിച്ചില്ല. 2-ാമത്തെ വാക്യം. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുമായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ രാജാവിൻ്റെ മുമ്പിൽ വച്ച് ഈ ദൈവപുരുഷനായ എലീശായോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇതൊക്കെ നടക്കുമോ? വിശ്വസിച്ചില്ല. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇതൊക്കെ നടക്കുമോ? എലീശ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ടത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. ഞാനിതെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഒരു കാര്യം ഇന്നതുപോലൊക്കെ നടക്കും കേട്ടോ, ദൈവം ഇടപെടും കേട്ടോ എന്ന് പറയുമ്പം ഇതൊക്കെ നടക്കുവോ, ഇതൊക്കെ ശരിയാവുമോ, ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ എന്നാണോ ചിന്തിക്കുന്നത്? ദൈവം നൽകുന്ന അനുഗ്രഹം കാണും, പക്ഷെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആർക്കാണ് ദൈവം നൽകുന്ന അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നതെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്കാണ്. 100% ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ദൈവം നൽകുന്ന അനുഗ്രഹം കാണാനും അറിയാനും പ്ലസ്
അതനുഭവിക്കാനുമുള്ള ഭാഗ്യമുണ്ടാവുക. ഈ പടനായകന് ഇത് അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. കണ്ടു, പക്ഷെ അനുഭവിച്ചില്ല. അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം പ്രാർത്ഥിക്കണം. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ അനുഗ്രഹം അനുഭവിക്കുന്ന തരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കെല്ലാം പലതരം പ്രാർത്ഥനകളുണ്ട്. നമ്മൾ പറയില്ലേ, ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ നടക്കും, അത് ശരിയാകും. അപ്പം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് പറയരുത്, ഇതൊക്കെ എങ്ങനെ ശരിയാകാനാ, ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കൂടിയിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവിശ്വസിക്കരുത്. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറയുവാന്നിരിക്കട്ടെ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മാറും കേട്ടോ. പിന്നെ ഇത് സാമ്പത്തിക പ്രശ്നം മാറാൻ പോവുക, ഇതൊന്നും പെട്ടെന്ന് മാറിയല്ല. അവിശ്വസിച്ചു. ഈ വീട്, നല്ലൊരു വീട് വരും കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാവും. നമുക്ക് നല്ലൊരു വീടോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും. ജോലിയോ, എത്ര നാളായി ഇൻ്റർവ്യൂവിന് പോകുന്നു, ഇന്ന് വരെ ശരിയായിട്ടില്ല. പിന്നെയാ ഇയാളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് അവിശ്വസിക്കും. ഈ പടനായകൻ ദൈവപുരുഷനോട് പറയുക, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ ദൈവപുരുഷ? അപ്പോഴാ ഒരു മറുപടി വന്നേ, ഇത് കാണും, ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണും, പക്ഷെ അത് അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടാകില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 16. അനന്തരം ജനം സിറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെട്ടു. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇതൊക്കെ നടക്കുമോന്നാ പടനായകൻ ചോദിച്ചേ. എന്താണോ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. ഇന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഏതു കാര്യങ്ങൾക്കൊക്കെയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തെ നോക്കിയിട്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ദൈവമേ, എൻ്റെ കൊച്ചിന് വിവാഹം നടന്നില്ലല്ലോ, വിവാഹം നടക്കും. തലമുറകളില്ലല്ലോ, ദൈവം ആരോഗ്യമുള്ള അനുഗ്രഹമുള്ള തലമുറയെ തരും. ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ, അത് സൗഖ്യമായിട്ട് മാറും. സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഇടപെടൽ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ മറികടക്കും. ആ സ്ഥലമൊന്നും വിൽക്കാൻ പറ്റുന്നില്ലല്ലോ, വിൽക്കാൻ പറ്റും. ഇതെങ്ങനെ നടക്കാനാ, ഇതെങ്ങനെ ശരിയാകാനാ? അവിശ്വസിക്കരുത്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും സംഭവിക്കുന്നത് ഒരു സാധാരണ സംഭവമായി മാറട്ടെ, ഒരു സാധാരണ സംഭവമായി മാറട്ടെ. ദൈവമേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതം നടക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അടയാളങ്ങൾ സംഭവിക്കണമേ. ദൈവമേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ യുവതി യുവാക്കളിലും ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾ ഉണ്ടാകണമേ. പുതിയ വഴികൾ തുറക്കണമേ. കൈപിടിച്ചു നടത്തണമേ. അനുഗ്രഹം വർഷിക്കണമേ. ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നെല്ലാ കാര്യങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നു കേട്ട ആ വചനം അവിശ്വസിച്ച് കേൾക്കുവല്ല, വിശ്വസിച്ച് കേൾക്കുക. പടനായകൻ അവിശ്വസിച്ചു. ഇതൊക്കെ നടക്കുമോ? ദൈവപുരുഷ, ഇതൊക്കെ നടക്കുമോ? ദൈവപുരുഷൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ കണ്ടു, പടനായകൻ അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ പ്രാർത്ഥന മറുപടി കൊടുക്കണമേ. അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ദൈവീക നന്മകൾ അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ, അസൂയയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ.
അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനം കേട്ടതിന് നന്ദി, വചനം സ്വീകരിച്ചതിന് നന്ദി. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കട്ടെ. നമ്മളിലൂടെ ഇന്ന് കുറേ പുതിയ ആളുകൾ വചനം കേൾക്കാനിടയാകട്ടെ. ഒത്തിരി പേർ വചനത്തിലൂടെ ദൈവത്തെ അറിയാനിടയാകട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് ഒരുപാട് പ്രാവശ്യം വായിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണാം. നാളെ വ്യാഴാഴ്ച ദിവസം ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നാളെ 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും ഒരു കുടുംബമായി സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ.